കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ജീവൻ്റെ വചനം കേൾക്കുവാൻ, ഒന്നുകൂടെ ദൈവം വലിയവനെന്ന് പറയുവാൻ ഈ വിലയേറിയ അവസരം ലഭിച്ചിരിക്കാൻ ആദ്യമായി ദൈവത്തിന് നന്ദി സ്തോത്രം കരയറ്റുന്നു. അതോടൊപ്പം ഈ ധന്യമുഹൂർത്തത്തിൽ വന്നുചേർന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹകരമായി തീരുവാൻ നമ്മെ ദൈവങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദക്ഷിണേന്ത്യ സഭയായിട്ട് ഇന്ന് ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറാഴ്ചയായിട്ട് ഇന്ന് നടത്തപ്പെടുകയാണ്. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ സൺഡേ. ദൈവകൃപയാൽ അടുത്ത ഞായറാഴ്ച സെമിനാരി സൺഡേ ആയിട്ട് നമ്മൾ നടത്തപ്പെടും. സെമിനാരിയിലുള്ള 2 അധ്യാപകരോട് വരികയും സെമിനാരിയുടെ സന്ധിപ്പിന് വേണ്ടി നമ്മളോട് കളക്ഷൻ ചോദിക്കുകയും അത് വാങ്ങിച്ചിരുന്ന ദിനമാണ് അടുത്ത ഞായറാഴ്ച. ഇന്ന് എന്താണ് ദൈവശാസ്ത്രം? ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന അനേക സെമിനാരികൾ ഉണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിൽ നമുക്കൊരു സെമിനാരി മാത്രമേ ഉള്ളൂ, CCSI കേരള യുണൈറ്റഡ് തിയോളജി സെമിനാർ. അപ്പോൾ നമ്മുടെയൊക്കെയും ഒരു ചിന്ത എന്ന് പറയുന്നത് സെമിനാരികളിൽ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നു. എന്താണ് ഈ ദൈവശാസ്ത്രം? ചില ആളുകൾ വിചാരിക്കുന്നത്, എൻ്റെ ദൈവമേ, ഞങ്ങൾക്കിതൊന്നും കേൾക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയുകയില്ല, ഇതാണ് വലിയ മറ്റെന്തോ സ്വാധനമാണ്. ദൈവശാസ്ത്രം എന്ന് പറയുന്നത് മാനുഷിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശാസ്ത്രീയ ഗവേഷണമല്ല. പിന്നെ എന്താണ്? ദൈവകൃപയുടെ സഹായത്താൽ, ദൈവദാനമായ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് ദൈവശാസ്ത്രം. അതിലാണ് ദൈവം ആരെന്നും ദൈവത്തിൻ്റെ പ്രവർത്തനം എന്തെന്നും നാം മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതായ വാക്കുകൾ, അങ്ങനെ അനേക കാര്യങ്ങളെ പഠിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. അപ്പോൾ ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അത് മറ്റൊരു ശാസ്ത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ശാസ്ത്രമാണ്. എന്നിൽ ദൈവശാസ്ത്രമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുമുണ്ട്. എൻ്റെ വിശ്വാസമാണത്, എൻ്റെ പ്രവർത്തനമാണത്, എൻ്റെ കർമ്മനിരതമായ കാര്യങ്ങളാണത് എന്ന് ഞാൻ പറയും. ദൈവകൃപയാൽ 3 സെമിനാരിൽ പഠിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അതിലെ പൂനെയിലുള്ള UBS യൂണിയൻ ബിബ്ലിക് സെമിനാരിൽ ഞാനും കൊച്ചമ്മയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരേ ബെഞ്ചിൽ ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ 3 സെമിനാരിൽ പഠിച്ചപ്പോൾ എന്നെ ദൈവം കാണിച്ചു തന്നത്, നീ ഒന്നുമല്ല, നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ ദൈവങ്ങളിൽ കൊടുക്കുന്നുവെങ്കിൽ നീ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു വക്താവാണ്. നീ അറിയുന്ന കാൽവറിയിലെ സ്നേഹം നീ ആയിരിക്കുന്ന ഇടവകളിൽ നിന്റെ ജനങ്ങൾക്ക് പകരുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നീ ദൈവശാസ്ത്രം അനുഷ്ഠിക്കുന്നവനാണ്. എൻ്റെ ചുറ്റുപാടും കിടക്കുന്നവരുടെ വേദനകൾ അത് പേറുവാനായിട്ട്, അത് ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ ദൈവശാസ്ത്രം എവിടെയോ പഠിച്ചു തുടങ്ങി. എന്നോട് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുമ്പോൾ അത് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഞാനും ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പങ്കാളിയാണ്. എന്നെ ജനിപ്പിച്ച് വളർത്തിയ എൻ്റെ മാതാപിതാക്കളെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർക്ക് കഞ്ഞി കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ ഞാൻ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു വക്താവാണ്. 24 മണിക്കൂറും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ട്
സഹോദരനെയോ സഹോദരിയോ സ്നേഹിക്കുവാൻ കഴിയാത്ത വ്യക്തി ആരാണെങ്കിലും അവൾ ദൈവശാസ്ത്രത്തിന് വെളിയിലാണ്. എന്താണ് ദൈവശാസ്ത്രം? ദൈവശാസ്ത്രത്തിൻ്റെ കേന്ദ്രീയ വിഷയം എന്ന് പറയുന്നത് ദൈവീകമായ വെളിപ്പാടാണ്. ഇന്ന് വായിച്ചതായ ഒന്നാം പാഠം വളരെ നന്നായിട്ട് കൈകാര്യം സഹോദരൻ വായിച്ചു. ഞാൻ വളരെ ശ്രദ്ധിച്ചു. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ദൈവനെ വായിക്കാൻ അവസരം കിട്ടുമ്പോൾ എങ്ങനെയും വായിച്ച് ഒപ്പിച്ച് പോകല്ലേ. അയ്യോ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ മുതിർന്ന ആൾക്കൊക്കെ അറിയാം. പഴയ കാലഘട്ടങ്ങളിൽ അത് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സഭയുടെ ചുമതലപ്പെടുന്ന ആളുകളൊക്കെ വന്ന് ഇവിടെ പാഠം വായിക്കുമ്പോൾ ജനം വിറയ്ക്കും. കാരണം അത്രമാത്രം പ്രസക്തമാണ് പാഠഭാഗ വായന, സുവിശേഷ വേദഭാഗ വായന, ദൈവവചന ചിന്തനം, ചിന്ത എന്നുള്ളതൊക്കെ വളരെ വളരെ വിലയേറിയതാണ്. വളരെ വേഗം നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ ഒന്നാം പാഠമായി വായിച്ചതായ വിശുദ്ധ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിലെ 1-ാം വാക്യം മുതൽ നമ്മളിവിടെ വായിച്ചല്ലോ 12-ാം വാക്യം വരെ. ഇവിടെ നാം കാണുന്നത് ചുരുക്കി പറയണമല്ലോ, മോശയെ വിളിക്കുന്നവനായ ഒരു ദൈവം മോശയെ വിളിക്കുകയാണ്. മോശേ, മോശേ. ഈ വിളി മോശ കേട്ടു. എന്നെ കേൾക്കുന്നതായി പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിളി നമ്മൾ കേൾക്കണം, ദൈവശബ്ദം നമ്മൾ കേൾക്കണം. അപ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഫ്രീ ആയിട്ടിരുന്നാട്ടെ. എന്തോ വിഷമിച്ചിരിക്കുന്ന പോലെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നാട്ടെ. അല്ലേ, ഇന്ന് ആൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഏത് രോഗമാണ്? ഏറ്റവും കൂടുതൽ പ്രഷർ. എല്ലാവരും സഹോദരാ, പ്രഷർ. ആരും വിടത്തില്ല. ചിരിച്ചാൽ ചിരിക്കത്തില്ല. കൈ മനസ്സിൽ വിടുവോ അതും വിടത്തില്ല. ഇങ്ങനെ എന്തോ ഇപ്പം പൊട്ടുന്നിരുന്നില്ല. അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മുടെ ഫ്രീ വർഷിപ്പാണ്. നമ്മുടെ ആരാധന കഴിയുമ്പോൾ വന്നുപോലെയല്ല. ജനം സ്തോത്രം പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് സൗഖ്യമായി കടന്നു പോകണം. ഫ്രീ ആയിട്ടിരിക്കണം. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് പ്രവർത്തിക്കട്ടെ. ഫ്രീ ആയിട്ട് പാടണം, ആത്മാർത്ഥമായി പാടണം, സിൻസിയറായി പാടണം. ആലയത്തിൽ മാത്രമല്ല പുറത്തും എന്നെ പാടുവാൻ കർത്താവ് ആക്കിയിരിക്കുന്നു. നിൽക്കണം. സഭ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഏതാണെങ്കിലും ശരി, അത് ദൈവം ഏൽപ്പിച്ചു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. അതാണ് ദൈവശാസ്ത്രം. ദൈവം വിളിച്ചു, ദൈവം സംസാരിച്ചു, ദൈവം പറഞ്ഞു, അത് ഞാൻ അനുസരിക്കുന്നു. അതുകൊണ്ട് ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ഇവിടെ മോശ വ്യക്തിപരമായും ദൈവശബ്ദം കേട്ടതുകൊണ്ട് ദൈവം മോശയെ വ്യക്തിപരമായി വിളിച്ചതുകൊണ്ടുമാണ് ഇവിടെ അതിശയകരമായ ഒരു കാര്യം നടക്കുന്നത്. എന്താണ് അതിശയമായിരിക്കുന്നത്? ദൈവം ഇവിടെ ഒരു കാര്യം പറഞ്ഞ് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് ആ കാര്യം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? മോശേ, എൻ്റെ ജനം എന്ന് പറയുന്നതായ ആ പ്രിയമുള്ളവർ ഇപ്പോൾ ഫറവോൻ്റെ അടിമത്തിൽ മിസ്രൈമിൽ കഴിയുകയാണ്. അവരുടെ വേദനയെ ഞാൻ കാണുന്നു. അതാണ് ദൈവത്തിന് പറയുവാനായിട്ടുള്ളത്. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കുന്ന ജനമേ, പകലന്തിയോളം കഷ്ടപ്പെടുന്ന ആ ജനവിഭാഗമേ, ദൈവാനുഗ്രഹം കൊണ്ട് സർക്കാർ ജോലികൾ ലഭിച്ചതായ പ്രിയമുള്ളവരെ, വേദനയുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ ഞാൻ നീ കടന്നു പോകുമ്പോൾ എന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. മറന്നു പോകുവാൻ പാടില്ല. സങ്കടങ്ങൾ അറിയുന്നവനായ ഒരു ദൈവം മോശയോട് പറയുകയാണ്, എനിക്കത് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മോശേ, നീ വേണം ഈ ജനത്തെ വിടുവിക്കുവാൻ. മോശേ, നീ വേണം ഈ ജനത്തെ ഫറവോന്റെ അടുത്ത് വിടുവിച്ച് ഒരു ഫ്രീ വർഷിപ്പിന് വേണ്ടി, ഒരു സ്വതന്ത്ര ആരാധനയ്ക്ക് വേണ്ടി ഫറവോന്റെ അടിമത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടത്.
അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. വിദ്വേഷങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ സാധ്യമല്ല. ചുറ്റുപാടുമിരിക്കുന്നവരെ അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ട് ആരാധിക്കുവാൻ സാധ്യമല്ലാതെ വരും. മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുമ്പോഴും ആരാധിക്കുവാൻ കഴിയില്ല. ആരാധിക്കുവാൻ കഴിയണമെങ്കിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ഈ ദൈവശബ്ദമാണ് മോശയ്ക്ക് ദർശനം നൽകിയത്. മോശ കേട്ടതായ ഈ ദൈവശബ്ദം മോശയെ ജീവിപ്പിക്കുന്ന ശബ്ദമായിരുന്നു. മോശയെ ധൈര്യപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു. മോശയെ ഫറവോന്റെ അടുത്ത് കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ കരുത്ത് നൽകിയ ശബ്ദമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നും വിനയത്തോടെയും താഴ്മയോടെയും അനുസരണത്തോടു കൂടിയും ഈ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിന്നെയും വിടുവിക്കുവാൻ ശക്തി നൽകുവാൻ മതിയായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു എന്നോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ മോശയ്ക്ക് ഉണ്ടാകുന്നു. മുൾപടർപ്പ് കത്തിയെരിയുന്നു, പുക ഉയരുന്നു, ഭയങ്കരമായ ചൂട് ഉണ്ടാകുന്നു. നമ്മൾ മറന്നു പോകല്ലേ, ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കുവാൻ മുമ്പോട്ട് വരുമ്പോൾ, ഒരു ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ ഞാൻ നീ തയ്യാറാകുമ്പോൾ, ഒരുപക്ഷെ നിന്നെയും ഞെരുക്കുന്ന കത്തിയിരിക്കുന്നതായ തീകൾ ഉണ്ടാകാൻ, പുകയുണ്ടാകുവാൻ, ചൂടുണ്ടാകുവാൻ, പല തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ദൈവശബ്ദം അനുഗ്രഹകരമായി തീരണമെങ്കിൽ മോശ ഈ ശബ്ദത്തെ അനുസരിച്ചേ മതിയാകൂ. അനുസരിക്കുന്നതിലൂടെയും വിശ്വസിക്കുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ഇവിടെ ഇതാ ഓരോ പർവ്വത്തിലെ കത്തിയെരിയുന്ന മുൾപടർപ്പ്, പുക, അസ്വസ്ഥപ്പെടുത്തുന്നതായ അവസ്ഥകൾ, അതേ ദൈവശബ്ദം കേൾക്കുവാൻ മോശയെ ഒരുക്കുകയായിരുന്നു. അവൻ ഭയന്ന് വിറച്ചു. എന്തോ ദൈവമേ, മുൾപടർപ്പ് കത്തിയെരിയുന്നുണ്ടെങ്കിലും അത് കത്തി അമരുന്നില്ല. ഭയങ്കരമായ തീയും പുകയും ഉണ്ടെങ്കിലും മോശയെ ഒന്നും ഏശുന്നില്ല. അയ്യോ, സ്നേഹിക്കുന്നവനായ സ്നേഹനിധിയായ ദൈവം ഹല്ലേലൂയ മോശയെ അതേ ഇതിലൂടെ ഒരുക്കുകയായിരുന്നു, ഒരു ജനസമൂഹത്തെ വിടുവിക്കുവാൻ. അനുദിന ജീവിതത്തിലെ കത്തുന്ന അനുഭവങ്ങളും ജീവിതത്തിൻ്റെ അനുഭവിക്കുന്ന കഷ്ടതകളും കാണുവാൻ കഴിയുന്നിടത്താണ് ദൈവശാസ്ത്ര പഠന ബാലപാഠം ആരംഭിക്കുന്നത്. കഷ്ടതയിലൂടെ, ഭാരങ്ങളിലൂടെ, ഞാൻ നീ അനുഭവിക്കുന്നതായ പ്രതിസന്ധികളിലൂടെ ദൈവത്തെ അനുഗമിക്കുവാൻ, ദൈവശബ്ദം ആരും കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് ദൈവശാസ്ത്രം ആരംഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവശബ്ദം കേൾക്കുക. രണ്ടാമതായി ഭാഗത്ത് പറയുകയാണ്, വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. യു മസ്റ്റ് സ്റ്റാൻഡ് ഫേം ഇൻ ദി ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. മോശയുടെ ജീവിതം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഫറവോന്റെ അടുക്കൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുന്ന വരവ് ചെങ്കടലിന്റെ മുമ്പിൽ ആയിത്തീർന്നപ്പോൾ ഇസ്രായേൽ ജനം പുറകോട്ട് നോക്കിയ അവസരത്തിൽ മിസ്രൈം സൈന്യം ഇതാ പുറകിൽ വാളുമായി നിൽക്കുന്ന കാഴ്ച. ജനമുറക്കെ നിലവിളിച്ചു, മോശേ, എന്തിനു വേണ്ടി ഞങ്ങളെ ഫറവോന്റെ അടുപ്പിൽ നിന്ന് വിടുവിച്ചു? അവിടെ അടിയും ഇടിയും തൊഴിയും ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നല്ല ആഹാരം കിട്ടുമായിരുന്നു. ഇവിടുത്തെ ചെങ്കടലിന് മുമ്പിൽ ഒന്നുമില്ല. മുമ്പിൽ ചെങ്കടൽ,
നിൽക്കുന്നതോ മണലിൽ, പുറകിലോ മിസ്രൈമിൻ്റെ സൈന്യം, ഫറവോന്റെ സൈന്യം ഞങ്ങളെ കൊല്ലുവാനായിട്ട് നിൽക്കുകയാണ്. മോശയുടെ നേരെ പിറുപിറുത്തു. അവർ ഭയങ്കരമായി നിലവിളിച്ചു. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, അവിടെ നാം വായിക്കപ്പെടുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ പുറപ്പെട്ട പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അതേ മോശ അതേ ജനത്തോട് പറയുകയാണ്, എന്തിന് നിങ്ങൾ എന്നെ നിലവിളിക്കുന്നു? ഏതെല്ലാം മുഖാന്തരങ്ങളിൽ കൂടി ഈ ദൈവം, ഈ യഹോവ, ഈ യുദ്ധവീരനായ യഹോവ നിങ്ങളെ വിടുവിച്ചതാണ്. പകൽ മേഘസ്തംഭം തന്നില്ലേ? രാത്രി അഗ്നിസ്തംഭം തന്നില്ലേ? കാടിറച്ചിയെ നൽകിയില്ലേ? മന്നായെ നൽകിയില്ലേ? അഗ്നിസർപ്പത്തെ നൽകിയില്ലേ? എവിടെയെല്ലാം നിങ്ങൾക്ക് രക്ഷ ആവശ്യമായി വന്നപ്പോൾ നിങ്ങളെ നടത്തിയവനായ ഇസ്രായേലിന്റെ ദൈവം ഇപ്പോഴും ചെങ്കടലിന്റെ തീരത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടുകൊള്ളുവീൻ. ഇനിമേലിൽ ഒരിക്കലും നിങ്ങൾ ഈ മിസ്രയീമിനെ കാണുകയില്ല. സമയമില്ലാത്തതിനെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, ഇത് നമുക്കറിയാം. മോശ വടി ചെങ്കടലിന് നേരെ നീട്ടി. പ്രതിബന്ധമായിരുന്ന ചെങ്കടൽ രണ്ടായി പിളർന്നു മാറി നിന്നു. മതിലായി, വൻമതിലായി മാറി നിന്നു. ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ വൃദ്ധജനങ്ങൾ വരെ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ പ്രവേശിച്ചു. എന്നെ കേൾക്കുന്നതായ ദൈവജനമേ, നിന്റെ മുമ്പിൽ ചെങ്കടലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വിശ്വാസം എന്ന വടി അതിന് നേരെ നീ നീട്ട്. പ്രാർത്ഥനയാകുന്ന വടി പ്രതിസന്ധിയുടെ നിലയിൽ നീട്ട്. വിശുദ്ധിയുടെ വടി, ഹല്ലേലൂയ, ആ പ്രതിസന്ധിയുടെ മുമ്പിൽ നീട്ട്. വൻമതിലായി ചെങ്കടൽ വിഭാഗിച്ചതുപോലെ തന്നെ ഇന്നും ഈ ദൈവം, ഹല്ലേലൂയ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവിനെ നൽകും എന്നസിനിഗ്ധമായി, ഹല്ലേലൂയ, ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുക അത്രേ ചെയ്യുന്നത്. ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. എവിടെയാണ് പ്രിയമുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ വടി? എവിടെയാണ് പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ വടി? എവിടെയാണ് പ്രതികൂലങ്ങൾ വരുമ്പോൾ ആരാധനയുടെ വടി? അതും പറഞ്ഞ് പരാതി പറയാതെ നമ്മെ നടത്തുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ അടുത്ത് നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ ശക്തിയോടുകൂടെ അക്കര കടക്കുവാൻ കഴിയും. അക്കര കടന്നേ മതിയാവൂ. ചെങ്കടൽ കടന്നെങ്കിൽ മാത്രമേ ഇസ്രായേൽ ജനത്തിന് ഈ ലോകത്തിലെ വാഗ്ദത്തനാശത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ചെങ്കടൽ കടക്കണം. പ്രാർത്ഥിക്കാതെ സാധ്യമല്ല, ആരാധിക്കാതെ സാധ്യമല്ല, വചനം വായിക്കാതെ സാധ്യമല്ല. ദൈവികമായ വഴിയിൽ നടക്കാതെ സാധ്യമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടിയാണ് നാം ദൈവത്തെ അറിയുന്നത്. ആത്മാവാണ് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മധുവായിൽ നിന്ന് വിളിച്ചു പറയും, അയ്യോ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ചുമ്മാ ഒന്ന് ആരാധിക്കല്ലേ. അവൻ വിശുദ്ധിയിൽ വസിക്കുന്നവനായൊരു ദൈവമാണ്. യഥാർത്ഥമായ ആരാധന ഒരുവനെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും സ്വഭാവത്തെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും കഴിയുന്നിടത്താണ് യഹോഭക്തിയുടെ പ്രായോഗികത ദൃശ്യമാകുന്നത്. ദൈവസ്നേഹം ദൃശ്യമാകണം.
ആ ദൈവസ്നേഹം പൊതിഞ്ഞ് പോക്കറ്റ് വയ്ക്കാനുള്ളതല്ല, അത് ഷെയർ ചെയ്യുവാനുള്ളതാണ്, പങ്കിടുവാനുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം, ഭർത്താവിനുള്ള സ്നേഹം, അത് പൊതിഞ്ഞ് സഞ്ചിക്കൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കണം. പ്രിയ ഭർത്താക്കന്മാരെ, ഭാര്യമാരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് പൊതിഞ്ഞെവിടെയും വെക്കുവാനുള്ളത്, അത് പ്രദർശിപ്പിക്കണം. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളുള്ള സ്നേഹം എവിടെയെങ്കിലും ഒളിച്ചു വെക്കാനുള്ളതല്ല, ആ കുഞ്ഞുങ്ങളെ എടുത്ത് ചുംബിക്കുവാൻ കഴിയണം. ഇന്നെപ്പോഴാണ് ചുംബനം നടക്കുന്നത്? എപ്പോഴാ അറിയാവോ? ഒന്നിനും കൊള്ളാതെ പെട്ടിക്കകത്ത് കൊണ്ട് വെക്കുമ്പോൾ നടത്തിപ്പുകാരെല്ലാം കൂടി ഒരു ടവലിട്ട് കൊടുക്കും. പിന്നെ അതല്ല ചുംബനം. ആർക്ക് പ്രയോജനം? പ്രയോജനമുള്ള ഒരാളുണ്ട്, ഫോട്ടോഗ്രാഫർ. അവന് ഒരേ ക്ലിക്കിനും 100 കണക്കിന് പൈസ അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകും. നീ ചെയ്യേണ്ട സമയത്ത് ചെയ്തേ മതിയാകൂ. കുഞ്ഞുങ്ങൾ വഴിതെറ്റുമ്പോൾ അവർക്ക് വേണ്ടി മുട്ടിമേ നിൽക്കുവാൻ മാതാപിതാവിന് കഴിയണം. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, കരുത്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. 114 സങ്കീർത്തനം അതിൻ്റെ 11ാമത്തെ വാക്യം, കൊയറുകാരെ ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. 114 സങ്കീർത്തനം 11ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. 114 സങ്കീർത്തനം 11ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. നീ വായിക്കുന്ന ലീഡർ മലവിലും പറഞ്ഞിട്ടുണ്ടോ? സെക്രട്ടറി വല്ലതും? വേം വായിച്ച 114 വാക്യം. ആരാ വായിച്ചേ? അവിടെ കൊയറാരില്ലല്ലോ, കൊയർ ഇവിടെയല്ലേ? ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. കൊയറാര് വായിച്ചേ? 114 സങ്കീർത്തനം 11ാം വാക്യം. വെരി ഗുഡ്, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. യഹോവ ഭക്തി എന്ത് ഭക്തിയാണ് നമുക്കല്ലേ? അയ്യോ, ആ മുമ്പിലത്തെ ആന, നമ്മൾ പറയും എന്താ പാട്, ആനവായിരുന്നല്ലേ? ഇവിടെ അങ്ങനെ പറയുന്നുണ്ടോ? നീ അറിയത്തില്ല. ആ വാതിലൂടെ കടന്നാൽ പിന്നെ ഇരിപ്പ് എവിടെയാ? അവിടെ തന്നെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും. ഏക്കാലും ബെഞ്ച് പുറത്തില്ലാത്ത ഭാഗ്യം. എന്തൊരു ഭക്തിയാ ഉണ്ട്. ഇവിടെ എല്ലാം കാലി. ഭക്തിയാ, ഭക്തി കൂടിക്കൂടി ഞാൻ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്? ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാൻ, കയറിയിരിക്കാൻ പറഞ്ഞാൽ പോലും മനസ്സില്ലാത്തതായ നിങ്ങളുടെ ആരാധന ആർക്കാ വേണ്ടത്? അവനെ ആരാധിക്കുന്നവർ സത്യത്തിൽ ആത്മാവിലായിരിക്കണം. എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ വേണം അവനെ ആരാധിക്കുവാൻ. വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണം പോലെ ആരാധനയെ കാണല്ലേ. ആരാധനയ്ക്ക് ആരാധനയുടേതായ വിലയും നിലയുമുണ്ട്. ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചാൽ എന്നെ നിന്നെ ഉയർത്തുവാൻ മതിയായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവശബ്ദം ശ്രവിക്കണം. ഹല്ലേലൂയ. ദൈവവചനം ശ്രദ്ധിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്ന് ഇവിടെ ഓർപ്പിക്കുക അത്രേ ചെയ്യുന്നത്. വിശ്വാസത്തിൽ ഞാനും നിങ്ങളും ഉറച്ച് നിൽക്കണം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ധൈര്യമുള്ളവരായിരിക്കുക. നിങ്ങൾ യു മേ ബി ബ്രേവ്. ധൈര്യമുള്ളവരായിരിക്കുക. ഇന്ന് ഭയം മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ശബ്ദം മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ശബ്ദമാണ്. ദൈവികമായ ശബ്ദം മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് അതാണ് പറയുവാനായിട്ടുള്ളത്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന മോശ, ദൈവത്തിൽ വിശ്വസിക്കുന്ന മോശ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന മോശയ്ക്ക് മറ്റാരെയും പേടിയില്ല. അവൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇസ്രായേലിന്റെ ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ നയിക്കുന്നത് ഏത് ശബ്ദമാണ്? ലോകത്തിൻ്റെ ശബ്ദം മുഴുവനും നീ പേടിക്കണം.
ഇന്നിപ്പോൾ ന്യൂമോണിയ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു, കോളറ വളരെയധികം രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പേടിക്കേണ്ട ആവശ്യം തന്നെയാണ്. അലക്ഷ്യമായി നമ്മൾ നടക്കുവാനായിട്ട് പാടില്ല. എങ്കിലും ഞാനിന്ന് പറയട്ടെ, ഈ ദൈവത്തെ ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ആലയം രണ്ടാമത്തെ ആരാധന ആലയം എന്നറിഞ്ഞ് കവിയണം. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു, പലരും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന് വിടുന്നു, കയ്യിൽ മുണ്ടും ബെരിന് കിട്ടുകൊണ്ടാണ്. വേഷത്തിൻ്റെ പോരായ്മയല്ല ഞാൻ പറയുന്നത്. ആ വരുന്ന വരവ് കുഞ്ഞെങ്ങനെയും ഗുണപ്പെട്ടോട്ടെ, എനിക്ക് ആരാധനയ്ക്ക് സമയമില്ല, എനിക്ക് ആരാധിക്കുവാൻ സമയമില്ല. ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു സമയം വരും എന്ന് മറന്നു പോകല്ലേ. മോശ ജനത്തോട് പറയുന്നു, ഭയപ്പെടേണ്ട, കാരണം ഈ സാഹചര്യത്തെ നയിക്കുന്നത്, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയാണ്. ഇതുവരെയും നടത്തിയത് ഈ ദൈവമാണ്. ദൈവികമായ ശബ്ദം ഒരു വിശ്വാസിയെ എപ്പോഴും ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഭയന്ന് വിറയ്ക്കുന്ന ഒരു ലോകം, ആ ലോകത്തിൻ്റെ മുമ്പിൽ ഇതാ മശിഹായുടെ പിറവിയെക്കുറിച്ച് ഒരു ദൂതൻ വിളിച്ചു പറയുകയാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, യേശുവിൻ്റെ തിരുജനത്തിങ്കൽ ദൂതൻ അവരോട് പറയുന്നു. എന്താ പറയുന്നത്? ലൂക്കോസ് 2:10 വായിക്കുമ്പോൾ, സകല ജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട. ദൈവമായ ശബ്ദം, സ്വർഗീയമായ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഭയപ്പെടുത്തുന്ന ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ധൈര്യപ്പെടുവാൻ പറയുന്ന ദൈവിക ശബ്ദത്തെ ഏറ്റെടുക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സഭയിലുള്ളതായ 13 ഭാഗങ്ങളിലും പ്രാർത്ഥന ഉയരണം, ബന്ധനങ്ങൾ അഴിയണം, ആളുകൾ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരണം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും മാത്രമേ സാധ്യമാകൂ. ഇവിടെ കുറുക്ക് വഴികളില്ല. പലപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിന് കുഞ്ഞുങ്ങൾക്ക് ആനന്ദമാണ് നമ്മൾ പാടുന്ന പോലെ തന്നെ അത് അങ്ങനെ തന്നെയാണ്. അല്ലാത്തവർക്ക് എന്താ, എന്തൊരു ഇറിറ്റേഷനാണ്. എൻ്റെ ദൈവമേ, ഞായറാഴ്ചയാണ്, ഓ പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ആരാധിക്കണമെന്നാണ് പറയുന്നത്. ചുരുങ്ങൾപ്പൊടി വീണത് പോലെ അല്ലേ, ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റത്തില്ല. എന്തൊരു അവസ്ഥ. യഥാർത്ഥമായൊരു ദൈവത്തിൻ്റെ വൈതലിന് മാത്രമേ ഈ കൂട്ടായ്മയും ഈ ആരാധനയും ഒക്കെ വിലയുള്ളതായി കാണുവാൻ കഴിയുള്ളൂ. ഒന്ന് ഹൃദയമായി ചിന്തിക്കുക, കർത്താവേ, ഈ ആരാധനയോടെ അലിഞ്ഞു ചേരുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ നടക്കുന്ന ഈ കൂട്ടായ്മയിൽ, ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവേ, എനിക്കതിനോട് അലിഞ്ഞു ചേരുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്നിൽ ആ ദൈവസ്നേഹത്തെ കാണുവാൻ കഴിയുകയില്ല. മലയാളത്തിൽ ചൊല്ലുണ്ട്, താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യും. തിയോളജി, ദൈവശാസ്ത്രം ഞാനും നീയും താണിറങ്ങി വരാനുള്ളതാ. ദൈവശാസ്ത്രം മറ്റുള്ളവരെ എന്നെ പോലെ കാണാനുള്ളതാണ്. ദൈവശാസ്ത്രം മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരണമെന്നുള്ളതാണ് ദൈവശാസ്ത്രം. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ദൈവശാസ്ത്രം. ഈ ദൈവശാസ്ത്രം ഉൾക്കൊണ്ടു പോകുവാനാണ് ഇന്ന് ഞാൻ നിങ്ങൾ ഈ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കായി അവൻ ഒരിക്കലായി ജനിച്ചു കഴിഞ്ഞു. നമുക്ക് വേണ്ടി ഒരിക്കലും പ്രവർത്തിച്ചു കഴിഞ്ഞു. നമുക്ക് വേണ്ടി ഒരിക്കലും അവൻ കാൽവരി കൂടി യാഗമായി തീർന്നു കഴിഞ്ഞു. നമുക്ക് വേണ്ടി അവൻ മരിച്ചു കഴിഞ്ഞു. നമുക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടി അവൻ വരാൻ പോകുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ആവശ്യത്തോടെ ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്കറിയാം 20-25 മിനിറ്റ് ഇവിടെ നിന്ന് പറഞ്ഞു പോകാൻ എനിക്കറിയാം. എന്നാൽ അങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തരുന്ന ദൂത് ഉള്ളതുപോലെ എൻ്റെ ജനത്തോട് ഞാൻ പറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ശിക്ഷാവധി
എനിക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിളിച്ച എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരണം, ഉപവാസം എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് സ്വീകാര്യമാകുകയില്ല. പലപ്പോഴും ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ നിങ്ങൾ എന്നെ മനസ്സിൽ ചിലപ്പോൾ എന്നോട് മുഷിയും. എനിക്കത് പ്രശ്നമില്ല പ്രിയമുള്ളവരെ. എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന ജനമായി മാറുമ്പോൾ മാത്രമേ ഒരു ഇടവകാരി എന്ന നിലയിൽ എനിക്ക് സന്തോഷിക്കുവാൻ വകയുള്ളൂ. ഞാൻ പുൽപ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജനം ഇരിക്കേണ്ടാത്ത സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ, പോകേണ്ടാത്ത സ്ഥലത്ത് പോവുകയാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് സന്തോഷിക്കുവാൻ വകയുള്ളത്? എൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ, എൻ്റെ സന്തോഷം യഥാർത്ഥമായി തീരണമെങ്കിൽ നിങ്ങൾ ദൈവമനുസരിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ മഹത്വം കൊടുക്കുന്നവരായി തീരുമ്പോൾ മാത്രമേ എനിക്കെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് സന്തോഷിക്കുവാനായിട്ട് വകയുള്ളൂ. ഇതാ മോശയെ വിളിച്ചവനായ ദൈവം, ആ ശബ്ദത്തെ ഇന്ന് കേൾപ്പിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവികമായ ശബ്ദത്തിന് കാതോർക്കണം. ദൈവശാസ്ത്ര പഠനം നമ്മെ ദൈവസന്നിധിയിൽ വിലയുള്ളതാക്കി തീർക്കുന്നു. ദൈവശാസ്ത്ര പഠനം എന്ന് പറയുന്നത്, വേദപുസ്തക വായന എന്ന് പറയുന്നത്, വേദപുസ്തക വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ എന്നെയും വിലയാക്കി തീർക്കുന്ന ഒന്നാണ് എന്ന് മറന്നു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ദൈവശബ്ദത്തിനെ കാതോർക്കുവാനും അനുസരിക്കുവാനും നമ്മെ ദൈവങ്ങളിൽ സമർപ്പിക്കുവാനും ദൈവത്തിന് നമ്മെക്കുറിച്ച് കഴിയും. അവൻ നമ്മെക്കുറിച്ച് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവശബ്ദത്തിന് കാതോർക്കണം. എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ഇന്ന് വായിച്ചതായ ലേഖന പഠനം വായിച്ചപ്പോൾ അപ്പോസ്തലൻ പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്, തീമോഥെയോസേ, നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കണം. എന്തിനു വേണ്ടിയാണ്? യേശുവിൻ്റെ നല്ല പടയാളിയായി തീരുവാൻ, യേശുവിന് വേണ്ടി ഓടുന്ന യോദ്ധാവായി തീരുവാൻ. തീമോഥെയോസേ, നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ അവൻ നിന്നെയും വിളിച്ചിരിക്കുക. ശിഷ്യന്മാരെല്ലാം വിളി കേട്ടു. ആദ്യമ അപ്പോസ്തലന്മാരെല്ലാം നമുക്കറിയാം, ചീവീട് പോലെ അഗ്നിയുടെ മുമ്പിൽ, വാളിൻ്റെ മുമ്പിൽ, മാരക ആയുധങ്ങളുടെ മുമ്പിൽ യേശുവിന് വേണ്ടി മരിക്കുവാൻ അവർ തയ്യാറായി. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അവൻ കഷ്ടം സഹിക്കുവാനാണ് വിളിക്കപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കഷ്ടത മാത്രമല്ല, പിന്നെയോ അതിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ ഹല്ലേലൂയ, ഉന്നതമായ വിജയവും അനുഗ്രഹവും തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ ദേശത്തം കേൾക്കുവാൻ, ഈ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ഈ ദൈവവിശ്വാസത്തിൽ മുന്നേറുവാൻ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമോ? ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകലമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.